നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 22-ാം തീയതി ത്രയോദശിയാണ്. ത്രയോദശിയുടെ പുണ്യം ഓരോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അറിയുക, ദേവദേവൻ മഹാദേവൻ നടന താണ്ഡവമാടുന്ന ദിവസമാണ് പ്രണവമലയിൽ. മറ്റുള്ളവിടത്തുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ത്രയോദശി പ്രദോഷവ്രതത്തിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമഃശിവായ ജപിച്ചുകൊണ്ട് ആരംഭിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപവാസം ഒന്നും കഴിക്കാതെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, മറിച്ച് വെജിറ്റബിൾ മാത്രം കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അങ്ങനെ ഉപവാസം ഒന്നും കഴിക്കാതെ ഉള്ളവർക്കാണെങ്കിൽ ദേവദേവൻ മഹാദേവൻ 6 മണിയാകുമ്പോഴേക്കും നടനം ആടിക്കഴിയും. ആ സമയത്ത് ഇളനീര് കൊണ്ടോ അല്ലെങ്കിൽ തീർത്ഥം കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും പാരണ വീടാം. അതോടൊപ്പം തന്നെ ഈ ദിവസത്തിൻ്റെ പുണ്യമായി നിങ്ങൾക്ക് പ്രണവമലയിൽ നാളികേരം മുട്ടറക്കൽ 100 രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 108 കുടം ജലധാര വാദ്യമേളങ്ങളോടുകൂടി 500 രൂപയ്ക്ക് പാക്കേജിൽ ചെയ്യാം. ഒറ്റയ്ക്ക് ചെയ്യാൻ 16,500 രൂപയാണ്. അതോടൊപ്പം തന്നെയാണ് ദേവദേവൻ മഹാദേവന് 4:30 മുതൽ 6 മണി വരെ ഭഗവാന്റെ തിരുസന്നിധിയിൽ മേളമുണ്ടാകും. ഭഗവാൻ നടന താണ്ഡവം ആടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് 108 പൂർണ്ണ പരീക്ഷണം നടത്തി ജീവിതം തിരിച്ചു പിടിക്കാനുള്ള വഴികൾ തേടാം. അതിനുശേഷം ഭഗവാന് ഫലമൂലാദികളടങ്ങുന്ന തട്ടം സമർപ്പിക്കാം. 150 രൂപയാണ് നേരിട്ട് വന്നാൽ, ഓൺലൈനാണെങ്കിൽ 200 രൂപ. അതേപോലെ ഭഗവാൻ താണ്ഡവം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭഗവാന് നെയ്പായസ ഹോമം നടത്താം. ഒറ്റയ്ക്ക് ചെയ്യാൻ 6,500 രൂപ, പാക്കേജാണെങ്കിൽ 1000 രൂപ. ജീവിതം തിരിച്ചു കിട്ടാനുള്ള വളരെ വളരെ വലിയ വഴിപാടുകളാണ്. അതോടൊപ്പം തന്നെ ദേവദേവൻ മഹാദേവന് ബ്രാഹ്മണദാനം നടത്താം. അല്ലാതെ കാലുകഴിച്ചൂട്ടം നടത്തേണ്ട ഒരാവശ്യവുമില്ല. നേരിട്ട് വന്നാൽ 1,001 രൂപ 3 ദിവസം അടുപ്പിച്ച് നടത്തിയാൽ ഏത് ബ്രാഹ്മണശാപവും തീർക്കാം. അതേപോലെ ഓൺലൈനാണെങ്കിൽ 1,051 രൂപ 3 ദിവസം അടുപ്പിച്ച് ചെയ്യണം. അങ്ങനെ 3,153 രൂപ ചിലവഴിച്ച് മുന്നോട്ട് പോയാൽ ജീവിതം തിരിച്ചു പിടിക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ഇതോടൊപ്പം ഒരു വോയിസ് കൂടി കേൾപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രണവമലയിലെ ദേവദേവൻ മഹാദേവന് പൂർണ്ണപ്രദക്ഷിണം നടത്താം. മാർക്കാണ്ഡേയന് പുനർജന്മം നൽകിയ ഭഗവാനാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു വോയിസ് കൂടി ഞാൻ കേൾപ്പിക്കാം. ഒരു ഭക്തനായ യുവാവ് അഭ്യർത്ഥിക്കുന്നു, തൻ്റെ അളിയൻ ICUവിലാണ്, വഴിപാട് ചെയ്യണം, എത്ര രൂപയായാലും കുഴപ്പമില്ല. ഇതാണ് പ്രണവമലയിലെ ദേവദേവൻ മഹാദേവൻ, തിരുപേരമംഗലത്തപ്പൻ, പ്രണവമലയിലെ സർവ്വദേവതകളും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഈ മഹനീയ ദിവസത്തിലേക്ക് എല്ലാവരെയും തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക്, പ്രണവമലയിലേക്ക്, ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക, ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. രക്ഷപ്പെടണം എന്നുള്ളവർക്ക് ഞാനീ പറയുന്ന പോലെ വ്യാഴമാറ്റം കാര്യമൊക്കെ ശ്രദ്ധിച്ച് വഴിപാടൊക്കെ ചെയ്ത പ്രതിരോധിച്ച് പോകാം. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇവിടെ 27 ക്ഷേത്രത്തിലും വരിക, 108 വലം വയ്ക്കുക ഓരോ ക്ഷേത്രത്തിനും. അതിനുശേഷം ഒരു ചരട് വാങ്ങി ധരിക്കുക. അതിലൂടെ മുന്നോട്ട് പോയി നിങ്ങൾക്ക് 27 ദിവസത്തിനുള്ളിൽ ഒരു LS വാങ്ങി ധരിക്കാം. ആ LSൻ്റെ വഴിപാട് ചെയ്ത് 1.5 വർഷം വരെ ജീവിതം തിരിച്ചു പിടിക്കാം. അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയിൽ പങ്കെടുക്കാം. കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ പിന്നീട് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് മാറ്റാം. ചെറിയ പൈസ വാങ്ങിക്കോളൂ. അല്ലാതെ കണ്ട് ഒരു ഫോളോ അപ്പ് ഇല്ലാണ്ട് വന്നാൽ രണ്ടാമത് പൂജ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങളിതിനെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാം, ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിൽ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നു. അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന സംഘടനയുണ്ട്. ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരി ഇല്ലാതെ ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം. ജീവിതം ജയിക്കാം, രക്ഷപ്പെടാം. ഇതോടൊപ്പം നിരവധി അനുഭവസാക്ഷ്യം വീഡിയോ കാണിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക്, പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഹലോ സാറേ നമസ്കാരം. നമസ്കാരം. സാറേ വിളിച്ചത് ഞാൻ പൂനെന്ന്. എൻ്റെ അളിയൻ ICUവിലാണ് ആളിനെ. അപ്പം ഞാൻ ഈ സാറിനെ വിളിച്ചിട്ട് സന്തോഷിച്ച് വിളിച്ചായിരുന്നു. അപ്പം പറഞ്ഞു, പിന്നെ എന്നോട് പറഞ്ഞു പിന്നെ സാറിനെ വിളിക്കാൻ പറഞ്ഞു. പ്രധാനമായിട്ടും എന്താ സാറേ വഴിപാട് കഴിക്കേണ്ട? ആൾ ICUവിലാണ്, തിരിച്ചു വേണം നമുക്ക്. ഇങ്ങനെയൊക്കെ വരുമ്പോ സാധാരണ മഹാദേവന് 108 ജലധാര, പിന്നെ നവോദയ ഗണപതിക്ക് 21 ഗണപതി ഹോമം, പേരമംഗലത്തപ്പന് തട്ടം, അതിനൊക്കെ 20,350 ചെലവ് വരും. ഓക്കെ, കുഴപ്പമില്ല. ആള് തിരിച്ചു വന്നാൽ മതി. അത് നാളെ നമുക്ക് ചെയ്യണത്. കാരണം ഇന്ന് ഇപ്പൊ നടയൊക്കെ അടച്ചു കേട്ടോ. ഇപ്പൊ ഭയങ്കര സീരിയസ് ആണോ? സീരിയസ്. ഇവിടെ പൂജ കഴിഞ്ഞ ആളാണോ? അല്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല, അല്ല അല്ല.
പൂജ കഴിഞ്ഞാൽ നമുക്ക് നാണയമൊക്കെ ഒഴിപ്പിച്ച് വെക്കായിരുന്നു. ആ അല്ല. പൂജ കഴിയാത്ത ആളായതുകൊണ്ട് നമുക്കിപ്പോ ഉം. പേരമംഗലത്തപ്പന് ഒരു നാണയം, പ്രണവമല ദേവതകൾക്ക് ഒരു നാണയം എന്ന് പറഞ്ഞാൽ അങ്ങനെ 2 നാണയം ഒഴിഞ്ഞു വെക്കാം. ആ ശരി. ആ ഏട്ടാ നമുക്ക് ആള് രക്ഷപ്പെട്ട് കിട്ടണമെന്നും പറഞ്ഞു. ഓ ശരി ശരി ശരി. പേരമംഗലത്തപ്പനും പ്രണവമല ആ ദേവതകൾക്കെന്നും പറഞ്ഞ ഒരു നാണയം ഓ ശരി. കേട്ടാ. പിന്നെ ഈ പറഞ്ഞ 20 വന്നിട്ടുണ്ട്. പെരുന്നാൾ ആഴ്ച നാളത്തേക്ക് ചെയ്യാനായിട്ടില്ല. ആ നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കർക്കിടകം 1-ൻ്റെ അതിവിശേഷമായ പൂജാവിധികളാണ് പ്രണവമലയിൽ. പ്രണവമലയിലെ ഏറ്റവും വലിയ പ്രത്യേകത ആയില്യമാണ് ഇവിടെ തിരുവുത്സവം. പേരമംഗലം എന്ന് കേട്ടാൽ തന്നെ ആയില്യം, അതാണ് ഭക്തജനങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. എന്നിരുന്നാലും എല്ലാ വിശേഷങ്ങളും പ്രണവമലയിൽ വിശേഷമാണ്. കാരണം ഇവിടെ 27 ദേവതകളാണ്. അത് അത്യത്ഭുതങ്ങൾ വാരി വിതറിക്കൊണ്ട് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോകുമ്പോൾ അവർക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇവിടെ പ്രണവമലയിൽ വന്ന് ഓരോ ദേവതയ്ക്കും, പേരമംഗലത്തപ്പനും പിന്നെ പ്രണവമലയിലെ മറ്റ് 26 ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തി അതിനുശേഷം താഴെ കൗണ്ടിൽ ഞാൻ ജപിച്ചു കൊടുത്താണ് ചരടുണ്ട്. ആ ചരടൊന്ന് വാങ്ങി ധരിച്ചാൽ 27 ദിവസം വരെ അതിലൂടെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം. 100 രൂപയുടെ ചിലവുള്ളൂ. കൊറിയറായിട്ട് അയക്കുമ്പോൾ 150 രൂപ. അപ്പോൾ ഇവിടെ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ 27 ദിവസം പോണതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഏലസ് വാങ്ങാം. 5000 രൂപയാണ്. അത് ഓൺലൈൻ അയക്കുമ്പോൾ 5100 രൂപ. ഏലസ് വെറുതെ വാങ്ങിയാൽ പോരാ. ധരിക്കുന്ന സമയത്ത് പകൽ നോൺ വെജ് ഒഴിവാക്കണം. രാത്രി കഴിച്ച് വെച്ചിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. മരണവീട്, ജനനവീട്, ഭാര്യാഭർത്തൃ ബന്ധ സമയത്തൊന്നും ധരിക്കാൻ പാടില്ല. അങ്ങനെ കൃത്യമായിട്ട് ഏലസ് ധരിച്ച് പ്രണവമലയിലെ 11 ദുർഗങ്ങളുടെ മഹാഗണപതിക്ക് 108 ഗണപതി ഹോമം, 1000 രൂപയുടെ പാക്കേജും 7 ദിവസം നാരങ്ങമാലയും അങ്ങനെ 1400 രൂപയുടെ വഴിപാട് ചെയ്തു പോയ 1.5 വർഷം വരെ ആ ഏലസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാം. എൻ്റെ ഉറപ്പാണ്. ഇതിലൊന്നും ഒരു തർക്കമില്ല. മറ്റുള്ളവരെ പോലെ പറ്റിക്കാൻ നടക്കുന്ന ഒരു പ്രസ്ഥാനമല്ല സനാതന ധർമ്മ സംഘവും അതേപോലെ തന്നെ പേരമംഗലത്തപ്പൻ്റെ പ്രണവമലയിലെ ദേവതകളും എന്ന യാഥാർത്ഥ്യം അറിയുക. അതിൻ്റെ ഇടയ്ക്ക് 1.5 വർഷം കടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളിവിടെ ഒന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കണം. ആവാഹന പൂജയുടെ മിനിമം റേറ്റ് 56,000 രൂപയാണ്. പിന്നെ കുറച്ചുകൂടി നേരത്തെ കിട്ടണമെങ്കിൽ അതിനാണ് ഇവർ സ്പീഡ് പൂജ എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ഒരു ആശുപത്രിയിൽ പോയി ടിക്കറ്റ് എടുക്കുമ്പോൾ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ 10,000 രൂപ കൂടുതൽ അടച്ചാൽ 66,000 രൂപ 3 മാസത്തിനുള്ളിൽ കിട്ടും. 76,000 രൂപ നമുക്ക് 1 മാസത്തിനുള്ളിൽ പൂജ കിട്ടും. അങ്ങനെ പൂജ കഴിയുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ ശ്രാദ്ധ ബലി ഇടാത്തവരാണെങ്കിൽ നിങ്ങളെ കൊണ്ടുകൂടെ പ്രായച്ചിത്ത ബലി ഇടിക്കും. അതിന് 3000 രൂപ ചാർജ്. പിന്നെ നമ്മുടെ വാസ്തുവാചാര്യം വന്ന് നിങ്ങളുടെ വീട് ചെക്ക് ചെയ്യും. കാരണം പൂജ കഴിഞ്ഞ് ജീവിതം രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ 2.5 വർഷം വരെ വലിയ കുഴപ്പമൊക്കെ ഇല്ലാണ്ട് പോകും. അത് കഴിഞ്ഞ് ചിലപ്പോൾ എല്ലാം തകർന്നടിയും. അങ്ങനെ തകർന്നടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാസ്തുവാചാരം. കാര്യം നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് വാസ്തു കുലപതികളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ കണക്കൊന്നും പഠിക്കാതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി 1000, 2000, 500 വാങ്ങിച്ചായിരിക്കും ചെയ്താണ്ടാവുക. അങ്ങനെയുള്ള തെറ്റുകളിൽ നിന്ന് തിരുത്തി ഇനിയുള്ള കാലം സമൃദ്ധിയിലേക്ക് എത്താൻ വേണ്ടി ഒരു വീട് പണിയുന്ന നിമിഷം മുതൽ വീടിൻ്റെ കണക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ ജീവിതം താറുമാറാകും. പിന്നെ 6 വർഷം അല്ലെങ്കിൽ 12 വർഷം ആകുമ്പോഴേക്കും എല്ലാം തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു തടസ്സം മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. കാരണം നിങ്ങളുടെ വീടിൻ്റെ വാസ്തു വല്ലാതെ തെറ്റ്, വല്ല വിതുക്കാണോ കണക്ക് ശരിയാക്കാൻ പറ്റാത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പൂജയ്ക്ക് വരുന്നതിന് മുമ്പ് ഇത് അളന്ന് നോക്കിയാൽ പൂജയിലിരിക്കുമ്പോൾ അത് വിറ്റ് തരാം. അതിനൊന്നും വേറെ പൈസയുടെ ആവശ്യമില്ല. അത് മാത്രമാണ് നമ്മുടെ ആകെയുള്ളൊരു വ്യത്യാസം. പിന്നെ പൂജ കഴിഞ്ഞ് പിന്നീട് വീണ്ടും ഇപ്പോൾ നമുക്ക് പനി വന്നു. ആ പനി മാറി കഴിയുമ്പോൾ രോഗിക്കറിയാം പനി മാറി. ജലദോഷം വന്നു. ജലദോഷം വന്നത് ഡോക്ടർ പറയേണ്ട കാര്യമില്ല. നമുക്ക് മൂക്കൊലിപ്പ് മാറിയുണ്ടാവും. ചുമ വന്നു. ഇത് ആരും ഡോക്ടർ പറഞ്ഞിട്ടല്ല മനസ്സിലാകും, രോഗി മനസ്സിലാകും. അതേപോലെയാണ് നമുക്ക് 100 രൂപ 110 ചിലവാകുന്ന അവസ്ഥ മാറിയിട്ടുണ്ടാകും. പിന്നെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക, കല്ലുണ്ടാവുക, മലമൂത്ര വിസർജനം സ്വപ്നം കാണുക, തലവേദന വരിക, അതേപോലെ മദ്യപാനത്തിന് അടിപ്പെടുക, ഇതെല്ലാം ചാത്തൻ്റെ ഉപദ്രവ ലക്ഷണമാണ്. പിന്നെ ചിലർ കൂടുതലും കിടന്ന് ഉറങ്ങും, ചിലർക്ക് ഉറക്കമുണ്ടാവില്ല, ചിലർ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും, ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും. പിന്നെ വീട്ടിൽ നിറച്ച് കറുത്തുറുമ്പാണ്. അപ്പോൾ പാരമ്പര്യവാദികൾ പറയും കറുത്തുറുമ്പ് വരുമ്പോൾ പൈസ വരും എന്ന് പറഞ്ഞാൽ. പൈസ അല്ല വരണത്, ജിന്നാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബാധാദോഷങ്ങൾ. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും പാമ്പിനെ കാണുക, സ്വപ്നത്തിൽ പാമ്പിനെ കാണുക, ഇതെല്ലാം സർപ്പദോഷമാണ്. മാരക രോഗങ്ങളൊക്കെ സർപ്പദോഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ആവാഹന പൂജയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരിയുള്ള രോഗങ്ങളൊക്കെ ചികിത്സിച്ച് പെട്ടെന്ന് മാറ്റാൻ സാധിക്കും. പിന്നെ ഇനിയുള്ള കാലത്ത് 100 രൂപ 110 ചിലവാകുന്ന അവസ്ഥ മാറി നമുക്ക് സമ്പാദിക്കാൻ പറ്റും. അതായത് പൂജ കഴിഞ്ഞാൽ കോടീശ്വരനാവുന്നല്ല പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇനിയുള്ള കാലം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞ് ജീവിതം തിരിച്ചു പിടിച്ച ആളുകളാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്നതും ഇരിക്കുന്നതായ എല്ലാവരും. അപ്പോൾ ആദ്യം നിങ്ങൾ അറിയുക, ഇവർ ഈ ഇരിക്കുന്നതിൽ ആരും ഒരുപാട് പൈസയും കൊണ്ട് വന്ന് പൂജയ്ക്ക് വന്ന ആളുകളല്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ഓരോ ക്രമം അനുസരിച്ച് വന്ന ആളുകളാണ്. അപ്പോൾ ധൈര്യമായിട്ട് വരാം. അപ്പോൾ ഇവരെയൊക്കെ നിങ്ങളുടെ നാട്ടിലുള്ളവരുണ്ടാവും, പല ദിക്കിലുള്ള ആളുകളാണ്. കാരണം ഈ നാട്ടിലുള്ള ആളുകൾക്ക് വലിയ ദൈവവിശ്വാസമൊന്നുമില്ല. ഇവിടെ ആകെ എൻ്റെ അടുത്ത് പൂജ ചെയ്തിട്ടുള്ളത് 2 പേരാണ്. ഒന്ന് നമ്മുടെ ഇവിടുത്തെ പേരമംഗലത്തപ്പൻ്റെ തിരുനടയിൽ നിൽക്കുന്ന പോറ്റിയായിട്ടുള്ള ചെറിയ പയ്യനാണ്, 23 വയസ്സുള്ളൂ. അവൻ ഇവിടെ കയറിയ ആ സമയത്ത് തന്നെ പൂജയിലേക്ക് എത്തി. പിന്നെ നമുക്ക് മാല കെട്ടാൻ നിൽക്കുന്ന പ്രസാദ് ഇവിടെ പൂജയ്ക്ക് വന്നത് അവൻ്റെ ഒരു
അയിലത്തിൻ്റെ തലേ ദിവസം വീട്ടിൽ മാലയൊക്കെ കെട്ടി ഇത്തിരി ചമ്മന്തി അരച്ചാലും പറഞ്ഞ സമയത്ത് അവർ ഭയങ്കര സൈലൻറ്റ് മാനാണ്. ഇദ്ദേഹം വളരെ സൈലൻറ്റ്, ഭാര്യ സൈലൻറ്റ്, അമ്മാനച്ചൻ അമ്മായിമ്മ എല്ലാം സൈലൻറ്റ്. പക്ഷേ പെണ്ണുമുള്ള പുള്ളീനെ കത്തിക്കുത്തി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഒരു വൈകാരിക പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ വന്നപ്പോഴേ ചോദിച്ചാൽ, പ്രസാദ് നിനക്ക് ഇത്രയും പ്രശ്നം വന്നതല്ലേ, അപ്പോൾ നിനക്ക് ഇത് പൂജയിലൊന്ന് മാറ്റിക്കൂടെ? അപ്പോഴാണ് അവർക്ക് തോന്നൽ വന്നത്. കാരണം ഒരു കുഴപ്പമില്ല, ഭയങ്കര ഡീസൻ്റ് ആൾക്കാർ, പക്ഷേ അവരുടെ കുടുംബത്തിൽ എത്ര സമ്പാദിച്ചിട്ടും സമ്പാദിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാട് ജീവിതത്തിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമെന്ന് കരുതണ്ട, നമുക്ക് ഏതൊരു കാര്യത്തിനും പരിഹാരമുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വീഡിയോ കാണുന്ന നിമിഷം വരിക. അങ്ങനെ ഈശ്വര വഴിയിലൂടെ വന്ന് ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.